എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ഗുരുവായ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. എക്സൽ മീഡിയയിലൂടെ ഈ വീഡിയോ കാണുന്ന ഏവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ അത്രേ. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നത്രേ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ ഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഈ ഭാഗത്തെ മഹത്തായ നിയോഗമെന്ന നമ്മൾ പൊതുവെ വിളിക്കുന്നത്. എന്താ ആ നിയോഗം? ശിഷ്യത്വത്തിന്റെ നിയോഗമാ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. അതായത് സകല ജാതികളെയും ശിഷ്യരാക്കുവാനുള്ള നിയോഗമാ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മൾ വായിച്ച 19-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പുറപ്പെട്ടു പോകുവാനുള്ള ഒരു കൽപ്പനയാ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇത് ശിഷ്യത്വത്തിന്റെ ഒരു സജീവ സ്വഭാവത്തെ അത്രേ കാണിക്കുന്നത്. അതായത് നാം കേവലം വിശ്വാസികളായി മാത്രം ജീവിച്ചാൽ പോരാ, മറിച്ച് ദൈവം നമ്മെ എവിടെയാക്കിയാലും സുവിശേഷം മറ്റുള്ളവരുമായി പങ്കിടാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നതെന്ന് നാം മറന്നു പോകരുത്. അടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്നാനത്തിനായുള്ള ഒരു കൽപ്പനയത്രേ. വചനാടിസ്ഥാനത്തിൽ നമ്മൾ സ്നാനത്തെ പഠിക്കുമ്പോൾ സ്നാനം കേവലം ഒരു ക്രൈസ്തവ ആചാരമായിട്ടല്ല, മറിച്ച് ക്രിസ്തുവിന്റെ മരണം, ക്രിസ്തുവിന്റെ അടക്കം, അവന്റെ പുനരുത്ഥാനം എന്നിവയുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയുടെ തിരിച്ചറിവിന്റെ പ്രതിഫലനം അത്രേ സ്നാനം എന്ന് പറയുന്നത്. ഇവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തൃത്വത്തിലെ ഓരോ വ്യക്തിയും ഈ രക്ഷയുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമത്രേ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്തതായി യേശു കൽപ്പിക്കുകയാ എല്ലാ ജാതികളെയും ഉപദേശിക്കുവാൻ. ഈ ഭാഗത്തിലെ ഉപദേശിക്കുക എന്ന വാക്ക് ശിഷ്യത്തിലേക്കുള്ള ഒരു ആഹ്വാനമായിട്ടത്രേ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ ആളുകളെ കേവലം ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവരിക എന്നല്ല, മറിച്ച് താൻ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ അവരെ പഠിപ്പിക്കുവാനാ യേശു അവിടെ പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഇതൊരു ശിഷ്യരാക്കൽ പ്രക്രിയയത്രേ. പ്രിയമുള്ള ദൈവജനേ, ഒരു ആത്മീകനെ സംബന്ധിച്ച് ഒരു ആജീവനാന്ത യാത്രയാ ശിഷ്യത്വം എന്ന് പറയുന്നത്. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇപ്രകാരമാ കാണുവാൻ കഴിയുന്നത്: ഇതാ ലോകാവസാനം വരെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്നുള്ള യേശുവിന്റെ വാഗ്ദത്തമാ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. ഇപ്രകാരം യേശു തന്റെ ശിഷ്യന്മാരോട് പറയുമ്പോൾ കേവലം ആ ഒരു നിമിഷത്തേക്ക് മാത്രമുള്ള ഒരു വാഗ്ദത്തമായിട്ടല്ല, മറിച്ച് എല്ലാ വിശ്വാസികൾക്കുമുള്ള ഒരു വാഗ്ദത്തമായിട്ടത്രേ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് ഈ ദൗത്യത്തിൽ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരെ സ്വന്തം ശക്തിയിൽ ഈ മഹത്തായ ശുശ്രൂഷയ്ക്കായി ദൈവം നിയോഗിക്കുക അല്ല ചെയ്തത്, മറിച്ച് അതിന്റെ ഓരോ ഘട്ടത്തിലും ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്ന ദൈവമത്രേ. അതിനാൽ തന്നെ എത്ര ബുദ്ധിമുട്ടുള്ള അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും നമ്മുടെ ഗുരുവായ ക്രിസ്തു നമ്മോട് കൂടെ നടക്കുന്നുവെന്നും താൻ നമുക്ക് നൽകിയ കൽപ്പന നിറവേറ്റുവാൻ അവൻ നമ്മെ പ്രാപ്തനാക്കുന്നുവെന്നും നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാര്യം ഓർക്കണേ, സുവിശേഷീകരണം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ചിലർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല, മറിച്ച് ഓരോ ക്രിസ്ത്യാനികൾക്കും വേണ്ടിയുള്ള ഒരു ആഹ്വാനം അത്രേ. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ശോധന ചെയ്യാം, നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, സുവിശേഷം ഈ ലോകത്തിന് അത്യന്താപേക്ഷിതമായ ഒന്നാ. സുവിശേഷം എന്ന് പറയുന്നത് ഈ ലോകത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒന്നാ. മഹത്തായ ആ കൽപ്പന മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നാം വൈകിപ്പിക്കുന്ന ഓരോ ദിവസവും ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് സുവിശേഷം കേൾക്കുവാനുള്ള അവസരം നാം വൈകിപ്പിക്കുകയാണെന്ന് നാം മറന്നു പോകരുത്. അതിനാൽ കർത്താവ് നമ്മെ ഏൽപ്പിച്ച ആ ദൗത്യം വിശ്വസ്തയോടെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. അതിനായി കർത്താവ് ഏവർക്കും കൃപ നൽകുമാറാകട്ടെ.